ഹലോ, മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്. കുഞ്ഞാറ്റ ആൻഡ് ഇച്ചായൻ അവരുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്, ഇവർ ഡിവോഴ്സായി എന്നുള്ളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് അവരിട്ടിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം, അല്ലെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു ടോക്സിക് റിലേഷനിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഡിവോഴ്സായി രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നത് തന്നെയാണ്. സൈലൻ്റായിട്ട് നിന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഡിവോഴ്സ് വാങ്ങി സ്വന്തം കാര്യം നോക്കി സ്വന്തം ലൈഫ് നോക്കി ജീവിക്കുന്നത് തന്നെയാണ്. കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ വീട്ടുകാർ മനസ്സിലാക്കിയില്ലെങ്കിലും വേണ്ട, കൂടെ നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള ഒരാൾ, അവരെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് പ്രത്യേകിച്ച് ലവ് മാരേജ് ആകുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ കൂടെ മനസ്സിലാക്കാതെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ജീവിതം ജീവിച്ച് തീർക്കാൻ വല്ലാത്ത പാട് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം സൂയിസൈഡ് ചെയ്തതിനേക്കാളും എത്രയോ നല്ലതാണ് ഡിവോഴ്സ് വാങ്ങിച്ച് വേറൊരു ജീവിതം അന്തസ്സായിട്ട് ജീവിച്ച് തീർക്കുന്നത്. അതിൽ വേറൊരു പാർട്ട്ണറിൻ്റെ ആവശ്യമുണ്ട് എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഡിവോഴ്സ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതേ ഇവിടെ കുഞ്ഞാറ്റയും ചെയ്തിട്ടുള്ളൂ. അതിൽ നല്ല കാര്യം എന്നല്ലാണ്ട് പിന്നെ ഞാൻ എന്തോ പറയണ്ടേ. ഈ കുഞ്ഞാറ്റയുടെ പ്രഗ്നൻസി സമയത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ പ്രഗ്നൻ്റായിരിക്കുന്ന സമയത്ത് പോലും ആ പെങ്കൊച്ച് അവിടെ ഇരുന്ന് കഷ്ടപ്പെടുവാണ് ആ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ സമയത്ത് ഈ ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ജോലി പോലുമില്ല. ഭാര്യ വീട്ടിലിരുന്നിട്ട് തയ്യലും മറ്റേ ബ്ലോഗിൻ്റെ വരുന്ന അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഒക്കെ വെച്ചിട്ടാണ് ഇവർ ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളപ്പം ഈ വീട്ടിലിരിക്കുന്ന ഇച്ചായൻ ഇവരെ ഒന്ന് സഹായിക്കാം. പക്ഷെ ആ ബ്ലോഗിൽ എവിടെയും ഈ ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയെ സഹായിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ മാത്രമല്ല, ആ വീഡിയോ ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്ന ആരും കണ്ടിട്ടില്ല. കുഞ്ഞാറ്റ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, കൂടെയുള്ള ആൾ പോലും മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാന്നുള്ളത്. അവസാനം ഈ കുഞ്ഞ് അബോഷനായപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്നല്ല, ആളുടെ ഒരു അവസ്ഥ തുറന്നു പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചായൻ ചെയ്യും, അല്ലാണ്ട് ചെയ്യത്തില്ല. അങ്ങനെയാണ് ഒരു പാർട്ട്ണർ ശരിക്കും പെരുമാറേണ്ടത്. ഒരാൾ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം. അതിപ്പം ജോലിക്ക് പോകണം എന്ന് പറയുന്നില്ല, വീട്ടിലുള്ള ജോലികളിൽ സഹായിച്ചിട്ടാണെങ്കിലും നമുക്കത് ചെയ്തു കൊടുക്കാം. അതൊന്നും ചെയ്തു കൊടുക്കാതെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആൾ ചെയ്യൂ എന്ന് പറയുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല. ഇപ്പോൾ ഈ കുഞ്ഞാറ്റ പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയേക്കുവാണ്. എനിക്ക് തോന്നുന്നു അപ്പോഴാണെന്ന് തോന്നുന്നു കുഞ്ഞാറ്റയ്ക്ക് ഞാൻ ജീവിച്ചതല്ല ജീവിതം എന്ന് തോന്നുന്നത്. എങ്ങനെയാണേലും ഇപ്പോൾ ഡിവോഴ്സായി, ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കാതെ മൂവ് ഓൺ ചെയ്യുക. അത്ര എളുപ്പമല്ല എന്നറിയാം, പക്ഷേ നമുക്കൊരു ജീവിതമുണ്ട് മുന്നോട്ട്, അത് ജീവിച്ച് തീർത്തേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ കാര്യങ്ങളെ ആലോചിച്ചിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് തീർക്കാനുള്ളതല്ല. നമ്മളെക്കൊണ്ട് എത്രയും സന്തോഷമായിട്ടിരുന്ന് ജീവിക്കാൻ പറ്റുമോ അത്രയും സന്തോഷത്തോടെ ഇരുന്ന് നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക. ടാറ്റാ.